പത്തരമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ഒടുവിൽ സഹിക്കെട്ട് നയനങ്ങ് പൊട്ടിത്തെറിക്കാണ്. അനിയുടെയും നന്ദുവിനെയും ഞങ്ങൾക്ക് വേണമെങ്കിൽ എളുപ്പത്തിൽ തന്നെ ഒന്നിപ്പിക്കാമായിരുന്നു. മുത്തശ്ശൻ വരെ ആലോചനയുമായി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നതല്ലേ, എന്നിട്ട് പോലും ഞങ്ങൾ അതിന് സമ്മതിച്ചില്ലല്ലോ എന്ന് നയനങ്ങ് തുറന്നടിക്കും. ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ശരി, അനിയും നന്ദും തമ്മിൽ ഒന്നിക്കണമെങ്കിൽ അവരൊന്നിക്കട്ടെ എന്ന കടുത്ത തീരുമാനത്തിലേക്ക് നയനയും ആദർശും അങ്ങ് എത്തുകയാണ്. അങ്ങനെ അനിയും നന്ദും കൂടി ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുന്ന ആ ഒരു വലിയ മുഹൂർത്തം അങ്ങോട്ടേക്ക് വരികയാണ്. ആദർശ നയനയും കൂടെ മുൻകൈയെടുത്തുകൊണ്ടായിരിക്കും ആ ഒരു കല്യാണം തന്നെ നടത്തുന്നത്. കല്യാണം കഴിഞ്ഞ് നന്ദുവിനെയും കൂട്ടി അനന്തപുരിയിലേക്ക് വരുമ്പോൾ അവിടെ ജാനകി ഒറ്റക്കാലിൽ തന്നെ നിൽക്കണേ. ഇത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. നന്ദുവിനെ ഇനി ഈ വീട്ടിലേക്ക് ഞാൻ കയറ്റില്ല. അവരവിടെ ഒന്നിച്ച് താമസിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ജാനകി അലറി വിളിക്കുമ്പോൾ നയന ആ പഴയ മുഖംമൂടിയൊക്കെ അങ്ങ് വലിച്ചെറിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഇളയമ എന്തൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടിയാലും മരിച്ചാലും ജീവിച്ചാലും ശരി, നന്ദുവിനെ അനിയനെ ഇവിടെ തന്നെ താമസിപ്പിക്കുമെന്നൊക്കെ പറയും. എന്നാൽ ഇതൊക്കെ നടക്കുന്നതിന് മുൻപ് തന്നെ ആദർശ് നയനയും കൂടി സംസാരിക്കുന്ന ഒരു രംഗം കാണിക്കുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, കല്യാണ നിശ്ചയത്തിന്റെ അന്ന് അത് മുടങ്ങിപ്പോയത് വല്ലാത്തൊരവസ്ഥയായി പോയി. അവന്തികക്ക് അത് വലിയ സങ്കടമായിട്ടുണ്ടാവും. പക്ഷേ എനിക്കത് വലിയ സന്തോഷമാണ് തന്നത്. കാരണം ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് അതാണ്. അപ്പം നയന പറയുന്നുണ്ട്, ശരിയാ, പാവം അവന്തികക്ക് നല്ല വിഷമം കാണും. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, എനിക്കത് തീരെ താല്പര്യമില്ലല്ലോ. അവന്റെ മനസ്സിൽ മുഴുവൻ നന്ദു മാത്രമല്ലേ ഉള്ളൂ. എങ്കിലും നന്ദുമായിട്ടുള്ള കല്യാണം നടക്കാനൊന്നും പോകുന്നില്ല. അപ്പച്ചിയും ബാക്കിയുള്ളവരൊക്കെ പറയുന്നത് കേട്ടില്ലേ, നന്ദുവിനെ ഇങ്ങോട്ടേക്ക് കെട്ടിച്ചയക്കാൻ എൻ്റെ അച്ഛനും അമ്മയും കൂടി പടിപ്പെടുകയാണെന്നൊക്കെ. കാശുകാരുടെ വീട്ടിലേക്ക് പാവങ്ങളായ ഗോവിന്ദന്റെ കനകയുടെയും പെൺമക്കളെ പറഞ്ഞു വിടുകയാണെന്നൊക്കെ കേൾക്കാനുള്ള ആ ഒരു നാണക്കേട് കാരണം ആദർശിട്ട ഞാൻ ആദ്യമേ അത് അവരുടെ ബന്ധത്തെയൊക്കെ എതിർത്തത്. അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിലായിരുന്നു എന്ന സ്ഥിതിക്ക് നമുക്കത് നടത്തി കൊടുക്കേണ്ടത് തന്നെയായിരുന്നില്ലേ? നയന ചോദിച്ചു. ആദർശ് പറയുന്നത് ശരിയാ, അവർക്ക് പരസ്പരം നല്ല ഇഷ്ടമാണ്. അവർ രണ്ടുപേരും തമ്മിൽ ഭയങ്കര പ്രണയത്തിലാണ്. ആ ബന്ധം നടക്കിയത് തന്നെയാണ്. പക്ഷേ ഇങ്ങനൊരു പേരുദോഷം കേൾപ്പിക്കേണ്ടി വരുമല്ലോ എന്ന് ഞാൻ കരുതിയില്ല. അത് വിചാരിച്ചല്ലേ നമ്മളതിനെ എതിർത്തത്. അന്നേരം നയന പറയുന്നത്, ഇനിയിപ്പോൾ അതിനെ എതിർക്കാനൊന്നും പോകുന്നില്ല. അവർക്കിഷ്ടമാണെങ്കിൽ അവരങ്ങ് ഒന്നിക്കട്ടെ ആദർശേട്ടാ. എത്ര നാളാന്ന് വെച്ചാൽ ഈ കാത്തുനിൽപ്പുകൾ കുത്തുവാക്കുകളൊക്കെ നമ്മൾ ഈ കേൾക്കുന്നത്. ആ കുട്ടിയുടെ മനസ്സ് നമ്മൾ കാണേണ്ടേ എന്ന് ചോദിക്കുന്ന സമയത്തിന് ആദർശം അത് ശരിവെക്കും. എല്ലാം ദൈവനിശ്ചയം പോലെ നടക്കട്ടെ എന്ന് പറയാനേ. ഇതേ സമയം തന്നെ കനകദുർഗയും ഗോവിന്ദനും വീട്ടിലേക്ക് എത്തുമ്പോൾ കനകദുർഗക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. വീട്ടിലേക്ക് ചെന്നപാടെ കനകദുർഗ ഗോവിന്ദനോട് പറയുന്നുണ്ട്, ദേ ഇനി ഒട്ടും വൈകിപ്പിക്കാൻ പാടില്ല, അവളുടെ കല്യാണം ഉടനെ തന്നെ നടത്തണം. അന്നേരം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, അത് നന്ദുവിനോട് കൂടി ആലോചിക്കണ്ടേന്ന്. അവളോട് ഇനി എന്ത് ചോദിക്കാനാ, പലവട്ടം ചോദിച്ചതല്ലേ. അവൾക്കിനി ആ അനിഷ്ടമാണെങ്കിൽ പോയിട്ടും അതൊന്നും നടക്കാനും പോകുന്നില്ല. ഇനി നമ്മൾ അവിടെ പോയപ്പോൾ അനുഭവിച്ച അപമാനം നിങ്ങൾ കണ്ടില്ലേ. ഇവളുടെയും അനിയുടെയും കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി എത്ര വട്ടം ഉപദേശിച്ചു, എന്നിട്ടൊന്നും അത് നടന്നില്ലല്ലോ. ആ അവന്തികയുമായിട്ടുള്ള നിശ്ചയം നടക്കുമല്ലോ എന്നൊക്കെ കരുതി സമാധാനിച്ചു പോയതാ. പക്ഷേ അതും അങ്ങ് മുടങ്ങി. അതിന്റെ കുറ്റവും കൂടി നന്ദുവിന്റെ തലയിലായി എന്നൊക്കെ ഇങ്ങനെ കനകദുർഗ പൊട്ടിത്തെറിക്കുന്ന സമയത്തന്നെ നന്ദു വന്ന് പറയുന്നുണ്ട്, അമ്മ ഒന്നും മിണ്ടാതിരിക്ക്. അവരെന്തെങ്കിലുമൊക്കെ പറയട്ടെ, അതിന് അമ്മ എന്തിനിങ്ങനെ കിടന്ന് തുള്ളുന്നത്? എടി ഞാൻ തുള്ളുന്നില്ല. ഇനി നല്ലൊരു ആലോചന വന്നാൽ നിന്റെ കല്യാണം അപ്പം തന്നെ ഞങ്ങളങ്ങ് നടത്തിവിടും. ഇനി അവരുടെ വായിൽ നിന്നൊന്നും കേൾക്കാൻ എനിക്ക് വയ്യ എന്നൊക്കെ ഇങ്ങനെ കനകദുർഗ തീർത്തും പറയുന്ന സമയത്തിന് നന്ദു ചോദിക്കുന്നുണ്ട്, അത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? എനിക്കിപ്പോൾ കല്യാണം വേണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ. എൻ്റെ കരിയർ ഞാനൊന്ന് ശ്രദ്ധിക്കട്ടെ. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, മോളെ നീ പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷേ ഈ ഒരു കാര്യത്തിൽ നീ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. ഞങ്ങൾ ഒരുപാട് അപമാനം സഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ലൊരു ആലോചന വന്നാൽ അത് നടത്താൻ തന്നെയാ ഞങ്ങളുടെ തീരുമാനം. അതിന് നീ എതിരൊന്നും പറയരുത് എന്നൊക്കെ പറയുമ്പോൾ നന്ദുവിന് പിന്നെ ഒന്നും പറയാൻ പറ്റാതെയായി. ഇതൊക്കെ നടക്കുന്ന സമയത്തിന് അനിയുടെ കല്യാണം നിശ്ചയം മുടങ്ങിയതറിഞ്ഞ് നവീൻ ആകെ ടെൻഷനായിരുന്നു. ഇനിയിപ്പോൾ അനി നന്ദുവിനെങ്ങാനും കല്യാണം കഴിക്കാൻ ഒരുങ്ങുമോ എന്നുള്ള പേടിയിൽ അവൻ നേരെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശ, അനന്തപുരിയിൽ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ എന്ന്? അറിഞ്ഞു. ആ കല്യാണ നിശ്ചയം മുടങ്ങിയ കാര്യമല്ലേ, അതൊരു വലിയ മണ്ടത്തരമായി പോയി. അനാമികമായിട്ടുള്ള ഡിവോഴ്സ് കിട്ടുന്നതിന് മുൻപേ തന്നെ ഇതിനിറങ്ങി പുറപ്പെട്ടത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. മുത്തശ്ശൻ പറയുന്ന സമയത്തിന് നവീൻ പറയുന്നുണ്ട്, അവന്തിക അവരുടെ കുടുംബത്തിലെ കുട്ടി തന്നെയല്ലേ, അവൾക്കും മരിക്കും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് കരുതി നിശ്ചയം നടത്താമെന്ന് വെച്ചതായിരിക്കും. അതുകൊണ്ടാണ് ഞാനും എതിർക്കാതിരുന്നത് എന്ന്. നിനക്ക് നിയമം അറിയാവുന്നതല്ലേ, നീ അനിയുടെ വക്കീലല്ലേ. എന്നിട്ടും ഈ പൊട്ടത്തനം ചെയ്യേണ്ടിയിരിക്കുമ്പോൾ അവസാന നിമിഷം ആ അനാമിക വീട്ടുകാരും കൂടി സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കുന്നത് കണ്ടില്ലേ. നന്ദുവിന്റെ കയ്യിൽ പരാതി കൊടുത്തത് കൊണ്ട് അവൾ അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കില്ല. ഇല്ലെങ്കിൽ അനി അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി വേണ്ടി വന്നേനെ. വാർത്തകളിലൊക്കെ അത് വന്നേനെ. അതൊന്നും ഉണ്ടാവാതിരുന്നത് നന്ദു ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്ന് മുത്തശ്ശൻ പറയുന്ന സമയത്തിന് നവീന് കുറച്ചൊന്ന് സമാധാനമായി. അപ്പോൾ നവീൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇതാണ് പറ്റിയ അവസരം, ഈ കാര്യം ഇപ്പം തന്നെ അങ്ങ് അവതരിപ്പിക്കാമെന്ന് ചിന്തിക്കും. മുത്തശ്ശ, ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കിഷ്ടപ്പെട്ട ആ കുട്ടിയില്ലേ, അത് നന്ദുവാണ്. നന്ദുവുമായിട്ടുള്ള കല്യാണം നടത്താനാണ് എൻ്റെ തീരുമാനം. ഞാനത് നേരത്തെ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കും. മുത്തശ്ശൻ പറയുന്നുണ്ട്,
അതിന് നിന്റെ അമ്മയോടും കൂടി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കനകദുർഗയും ഗോവിന്ദന്റെ വീട്ടിൽ പോയി ആലോചിക്കുന്നുമുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ആ കല്യാണം നടത്തണമെന്ന് മുത്തശ്ശനും പറയണേ. അങ്ങനെ നവീന്റെ മുത്തശ്ശനും അമ്മയും കൂടി വീണ്ടും കനകദുർഗയുടെയും ഗോവിന്ദന്റെയും വീട്ടിലേക്ക് വരും. നന്ദുവിന്റെ കല്യാണാലോചനയുമായി ചെല്ലാണ് അവര്. അന്നേരം കനകദുർഗയും ഗോവിന്ദനും അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. നവീൻ മോന്റെ അച്ഛനും മുത്തശ്ശനും അമ്മയൊക്കെ ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടുകൂടി അവരെ ഇങ്ങനെ സ്വീകരിക്കാണ്. കനകദുർഗയുടെ മനസ്സിൽ അപ്പോൾ ഒരു കണക്കൂട്ടലുണ്ടായിരുന്നു. നവീന് നന്ദുവിന് ഇഷ്ടമാണ്. അപ്പോൾ ഈ സമയത്ത് തന്നെ ഈ കല്യാണം അങ്ങ് നടത്തി വിടുവാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും ഇതോടുകൂടി അങ്ങ് തീരുമല്ലോ എന്നൊക്കെ. അങ്ങനെ അവർ വന്ന് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വേറൊന്നും വേണ്ടില്ല, ഞങ്ങളുടെ മോൻ്റെ ഒരാഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ എന്ന് പറയുന്ന സമയത്തിന് കനകദുർഗ ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം? ഇവിടുത്തെ നന്ദുവിനെ നവീനെ ഭയങ്കര ഇഷ്ടമാണ്. അവന് കുറേ കല്യാണാലോചനകൾ വന്നതാ. പക്ഷേ അതിലൊന്നും അവനൊരു താല്പര്യമില്ല. പ്രായം കൂടിക്കൊണ്ടിരിക്കല്ലേ. അവൻ്റെ അമ്മക്കാണെങ്കിൽ പോലീസുകാരിയോ വക്കീലിനെ ഒന്നും വേണ്ട, വീട്ടിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് താല്പര്യമില്ല. വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന പെൺകുട്ടി മതിയെന്ന അവരുടെ അഭിപ്രായം. അപ്പോൾ നവീൻ്റെ അമ്മ പറയുന്നുണ്ട്, ശരിയാ, അതെൻ്റെ അഭിപ്രായമാ. പക്ഷേ എൻ്റെ സങ്കല്പത്തിന് മരുമകൾ അങ്ങനെയാണ്. എപ്പോഴും ജോലി തിരക്കുമായി നടക്കുന്ന പെൺകുട്ടികളെ എനിക്കിഷ്ടമല്ല. പക്ഷേ എന്തു ചെയ്യാൻ പറ്റും? അവൻ്റെ മനസ്സിൽ ഇവിടുത്തെ നന്ദുവല്ലേ. അവളാണെങ്കിൽ SI. എനിക്കതിൽ എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ മനസ്സിലെ ആഗ്രഹമല്ലാതെ അവൻ വേറൊന്നും തന്നെ അതിനൊന്നും സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ കല്യാണാലോചനയുമായി വന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയാനാ. അന്നേരം തന്നെ കനകദുർഗ പറയുന്നുണ്ട്, സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട്, അത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാ. നവീൻ മോനും നന്ദുമോളും നല്ല സുഹൃത്തുക്കളാണല്ലോ. ഇടയ്ക്ക് അവരിവിടെ വരാറുണ്ട്. അവൻ തമ്മിൽ പരിചയമുള്ളത് കൊണ്ട് തന്നെ ഇനി ഒരു ബന്ധത്തിലേക്ക് പോയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ലല്ലോ എന്ന്. അന്നേരം ഗോവിന്ദനും പറയുന്നുണ്ട്, അത് ശരിയാ, നന്ദു SIയും നവീൻ വക്കീലും അല്ലേ. ആ പ്രൊഫഷൻ തമ്മിൽ നല്ല ചേർച്ചയുണ്ട്. കുട്ടികൾ തമ്മിൽ ഇഷ്ടത്തിലങ്ങ് പോയിക്കോളും. അന്നേരം നവീൻ്റെ മുത്തശ്ശനും പറയുന്നുണ്ട്, നാളെ ജാതകമൊക്കെ ഞങ്ങൾ നോക്കും. അത്യാവശ്യം ചേർച്ചയൊക്കെ ഉണ്ട്. അവർ തമ്മിൽ മനസ്സുകൊണ്ടും നല്ല പൊരുത്തമുണ്ട്. നവീൻ്റെ മനസ്സ് മുഴുവൻ നന്ദുവാണല്ലോ എന്നൊക്കെ. അന്നേരം കനകദുർഗ, അപ്പോൾ നന്ദുവിനോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറയും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, ഞങ്ങൾ പറയുന്നത് ഏത് ആലോചനക്കും അവൾ അങ്ങ് സമ്മതിക്കും. അവളുടെ 2 ചേച്ചിമാരും അനന്തപുരിയിലേക്ക് പോയില്ലേ, ഇനി അവളല്ലേ ഉള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇത് നടത്താൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് എന്ന് ഗോവിന്ദനും കൂടി പറയുന്ന സമയത്തിന് എല്ലാവരും കൂടി അവിടെ വെച്ച് അവർ കല്യാണം അങ്ങ് ഉറപ്പിക്കാണ്. പിന്നെ അവർ പോകുന്ന സമയത്തിന് കനക ഗോവിന്ദനോട് പറയുന്നുണ്ട്, ഇത് നല്ലൊരു അവസാനമാണ് ഗോവിന്ദേട്ടാ. നല്ല കുടുംബത്തിൽ നിന്നൊരു ആലോചന അനന്തപുരിക്കാരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിക്കാൻ ഇതങ്ങ് നടത്തിക്കൊടുത്ത് അങ്ങ് വിടാം. ഗോവിന്ദൻ ചോദിക്കുന്നത്, അവൾ ഇതിന് സമ്മതിക്കോ എന്ന്. അവളുടെ മനസ്സിൽ ഇപ്പോഴും ആനിയാണെങ്കിലോ എന്ന് ചോദിക്കും. അതിലൊരു കാര്യവുമില്ല, നമ്മൾ പറയുന്നത് അവൾ അങ്ങ് അനുസരിച്ചോളും, അത്രയേ ഉള്ളൂ എന്ന് കനകദുർഗ തറപ്പിച്ചും പറയും. പിന്നീട് കനകദുർഗ ഈ വിവരങ്ങളെല്ലാം തന്നെ നന്ദുവിനോട് പറയുമ്പോൾ അവൾക്ക് ഭയങ്കര ഞെട്ടിലായിരിക്കും. വേണ്ട, എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട. നവീനേട്ടനുമായിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. പക്ഷേ കല്യാണം കഴിക്കാനുള്ള അങ്ങനെയുള്ള അടുപ്പൊന്നും ഞങ്ങൾ തമ്മിലില്ല എന്നൊക്കെ നന്ദു പറയുമ്പോൾ കനകദുർഗ പറയുന്നുണ്ട്, നീ ഒന്ന് പോടി. നവീൻ്റെ മനസ്സിൽ നീയാന്ന അവൻ തന്നെയല്ലേ ആലോചനയുമായി മുത്തശ്ശനെ അമ്മയൊക്കെ കൂട്ടി ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. നാളും ജാതകമൊക്കെ നോക്കി ഉറപ്പിച്ചതാ. ഇനി നിന്റെ സമ്മതമൊന്നും ഞങ്ങൾക്ക് വേണ്ട. കഴിഞ്ഞ ദിവസം അനന്തപുരിയിൽ വെച്ചുണ്ടായ അപമാനമൊക്കെ നിനക്കറിയാലോ. അതുകൊണ്ട് നീയും അനിയും തമ്മിലുള്ള ആ ഒരു കല്യാണം എന്തായാലും ഇനി നടക്കാൻ പോകുന്നില്ല. പകരം നവീനുമായിട്ടുള്ള കല്യാണം ഉടനെ തന്നെ നടക്കുമെന്നൊക്കെ കനകദുർഗ അങ്ങ് തീർത്തും പറയാണ്. അത് കേട്ടപ്പോൾ നന്ദുവിനും വല്ലാത്ത സങ്കടമായി. നവീൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചല്ലോ എന്നോർത്തിട്ട് അവൾ റൂമിൽ പോയിരുന്ന് കരയാണ്. അതിനുശേഷം കനകദുർഗയും ഗോവിന്ദനും കൂടി ആദർശിനെ നയനയും വിളിച്ച് കാര്യങ്ങളൊക്കെ പറയും. അന്നേരം നയന പറയുന്നുണ്ട്, അല്ല, ഇത് നല്ല ആലോചന തന്നെയാ. നവീൻ ഒരു നല്ല പയ്യനാ, നല്ല കുടുംബമാ. പ്രൊഫഷനും അവർ തമ്മിലുള്ള പ്രൊഫഷനും വേഗം ചേരും. ആദർശം പറയുന്നുണ്ട്, അവനെ എനിക്ക് ചെറുപ്പം മുതലേ അറിയാവുന്ന നല്ല ചെറുപ്പക്കാരനാ, ധൈര്യമായിട്ട് തന്നെ ആലോചിക്കാമെന്നൊക്കെ പറയും. അങ്ങനെ അവരെല്ലാവരും കൂടി അനന്തപുരിയിലെ മുത്തശ്ശനോടും ഈ ഒരു കാര്യം പറയും. മുത്തശ്ശനും പൂർണ്ണ സമ്മതം കൊടുക്കുകയാണ്. ഇതറിഞ്ഞ സമയത്തന്നെ അനിക്ക് വല്ലാത്ത സങ്കടമായി. നവീൻ ഇങ്ങനെ തന്നെ ചതിക്കുമെന്ന് അവൻ ഒരിക്കലും പോലും കരുതിയിരുന്നില്ല. അന നന്ദുവിനെ വിളിച്ച് പറയുന്നത്, നന്ദു, എന്തായത്? നവീൻ നമ്മൾക്കിട്ട് ഇങ്ങനൊരു പണി തരുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയിരുന്നില്ല. നമ്മൾ തമ്മിലുള്ള ഇഷ്ടം അവനറിയാമായിരുന്നിട്ടും അവൻ ഇത് ചെയ്തത് ചതിയാണെന്നൊക്കെ അനി പറയുന്ന സമയത്തിന് നന്ദു പറയുന്നുണ്ട്, എനിക്കത് അംഗീകരിക്കാൻ പോലും പറ്റില്ല അനി. പക്ഷേ ഞാൻ എന്ത് ചെയ്യാനാ? എൻ്റെ അച്ഛനും അമ്മയൊക്കെ അപമാനിക്കപ്പെട്ടതിൻ്റെ പേരിൽ അവരിത് നടത്താൻ തന്നെ തീരുമാനിച്ചു. ആദർശേട്ടനും നയനേജിയും മുത്തശ്ശനും അങ്ങനെ എല്ലാവരും സമ്മതിച്ച സ്ഥിതിക്ക് എനിക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല. അതൊക്കെ കേട്ടപ്പോൾ എനിക്കാകെ ഒരു വട്ട് പിടിച്ചൊരു അവസ്ഥയായിരുന്നു. അങ്ങനെ കല്യാണ ദിവസം അടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ ജലജക്കാണെങ്കിൽ ഭയങ്കര അസൂയ അങ്ങ് തുടങ്ങിയിട്ടുണ്ടാവും. ജലജയും അവന്തികയും അഭിയും കൂടി ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ജലജ പറഞ്ഞിട്ട്, കണ്ടില്ലേ, ആ നവീൻ എന്നെ വേണ്ടാന്ന് വെച്ചത് നന്ദു കാരനാണ്. അനിയും എന്നെ വേണ്ടാന്ന് വെച്ചത് നന്ദു കാരനാ. അപ്പോൾ പിന്നെ ജലജ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ആ നന്ദു ആരാ? അപ്സരസോ? അവൾമാരുടെയൊക്കെ മനസ്സിൽ ഇപ്പോൾ കയറി കൂടിയിട്ട് ഇവളിങ്ങനെ എങ്ങനെയാ കയറി കൂടിയെന്നറിയോ? എൻ്റെ മോളെ വിഷമിപ്പിച്ച് നിൽക്കുമ്പോൾ അവൻ ആ നവീൻ്റെ കൂടെ എങ്ങനെ സുഖിച്ച് ജീവിക്കാൻ പോവാണോ? ഗതി കെട്ട ഗോവിന്ദൻ്റെ കുടുംബത്തിൻ്റെ മക്കൾക്കൊന്നും ഇത്ര വലിയ ഭാഗ്യമൊന്നും വന്നു ചേരാൻ പാടില്ല. അന്നേരം അഭി പറയുന്നുണ്ട്, ശരിയാ,
എന്ത് കളിച്ചിട്ടാണെങ്കിലും ശരി ഈ കല്യാണം ഒരിക്കലും നടക്കാൻ പാടില്ല. അന്നേരം ജലജയും പറയുന്നുണ്ട്, ഞാൻ അതിനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. ജാനകിയുടെയും കൂടെ കൂട്ടിക്കൊണ്ട് തന്നെ ഞാൻ അത് ചെയ്യുമെന്നൊക്കെ പറയും. ജലജ ജാനകിയോട് പോയിട്ട് പറയുന്നുണ്ട്, നവീൻ്റെ അമ്മയ്ക്ക് ഈ പോലീസുകാരിയെ ഒട്ടും ഇഷ്ടമില്ല. അവൾക്ക് അനിയുമായിട്ട് അവിഹിത ബന്ധമുണ്ട്. നമ്മൾ അതങ്ങ് പറഞ്ഞ് വിശ്വസിപ്പിച്ചാൽ മതി. ഈ കല്യാണം അതോടങ്ങ് മുടങ്ങിപ്പോവും. കനകദുർഗയുടെ മകൾ വലിയ വീട്ടിൽ പോയിട്ട് സുഖിച്ച് ജീവിക്കണ്ട എന്നൊക്കെ ജാനകി അന്നേരം പറയുന്നുണ്ട്. അങ്ങനെ അവരെങ്ങനെയെങ്കിലും അനിയുടെ തലയിൽ നിന്നും ഒന്ന് ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നു. എനിക്കത്രയേ ഉള്ളൂ. പക്ഷേ ജലജ വിട്ടുകൊടുക്കുന്നില്ല. അവൾ അങ്ങനെ സുഖമായി അനുവദിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നേരെ നവീൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവാണ്. കല്യാണത്തിന്റെ തലേ ദിവസമായിരിക്കട്ടെ അവർ പോകുന്നത്. ജലജ നേരെ നവീൻ്റെ അമ്മയെ വിളിച്ച് മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കരുത്. എനിക്കറിയാം നിങ്ങൾ ഈ കല്യാണത്തിന് വലിയ താല്പര്യമൊന്നും ഇല്ലാന്ന്. അപ്പോൾ നവീൻ്റെ അമ്മ പറയുന്നുണ്ട്, അതെ, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. അവൻ്റെ നിർബന്ധം കാരണം ഞാൻ നിങ്ങൾ സമ്മതിച്ചല്ലോ എന്നൊക്കെ പറയും. അന്നേരം ജലജ പറയുന്നുണ്ട്, ആ പെണ്ണ് അത്ര ശരിയൊന്നുമില്ല. അവൾക്ക് ഞങ്ങളുടെ അനിയുമായിട്ട് ഭയങ്കര ഇഷ്ടത്തിലാ. അവൾ കാരണമാണ് അനാമികയും അനിയെ ഇട്ടിട്ട് പോയതൊക്കെ. ഇപ്പോഴും അനി കല്യാണത്തിന് നിൽക്കാത്തത് ഈ നന്ദു കാരണ. അവർ തമ്മിൽ വേണ്ടാത്ത രീതിയിലുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ചില വീഡിയോസൊക്കെ എൻ്റെ കയ്യിലുണ്ട്, വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ മനസ്സിലിങ്ങനെ വിഷം കുത്തി നിറക്കുകയാണ്. ഇനിയിപ്പോൾ നവീനെ കല്യാണം കഴിച്ചാലും അവനും അനിയൻ തന്നെ അനിയുടെ കൂടെ പോകില്ല എന്നൊക്കെ ആര് കണ്ടു? ഒറ്റ മോനാണെങ്കിലും ഇത്രയധികം സ്വത്തില്ലേ, വേറെ എത്രയോ നല്ല പെൺകുട്ടികളെ നിങ്ങൾക്ക് കിട്ടുമെന്നൊക്കെ ജലജ പറയുമ്പോൾ നവീൻ്റെ അമ്മക്ക് ആകെ ദേഷ്യം വന്നു. അവർ നേരെ വീട്ടിലേക്ക് ചെന്ന് വലിയ പ്രശ്നമുണ്ടാക്കുകയാണ്. ഈ കല്യാണം നടക്കില്ല, ഒരിക്കലും നടത്തില്ല. ഞാൻ നാളെ തന്നെ ഈ കല്യാണത്തിന് വരില്ല എന്ന് മുത്തശ്ശനോടും നവീനോടൊക്കെ അങ്ങ് പറയും. നവീന് കാര്യം ചോദിക്കുന്ന സമയത്ത് തന്നെ അവർ പറയുന്നുണ്ട്, അവൾക്ക് അനിയുമായിട്ട് ഇഷ്ടമുണ്ടെന്നും അവർ തമ്മിൽ വേണ്ടാത്ത രീതിയിലുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട്. നീ അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ അവളെ കെട്ടാൻ പോകുന്നത്? കല്യാണം കഴിഞ്ഞാലും അവർ അവൻ്റെ കൂടെ തന്നെ പോകില്ല എന്ന് എന്താ ഉറപ്പ്? ആ ജലജ വന്ന് എനിക്ക് ചില വീഡിയോസൊക്കെ കാണിച്ചു തന്നു. അതുകൊണ്ട് തന്നെ ഈ കല്യാണം ഒരിക്കലും നടക്കാൻ പാടില്ല എന്ന് തന്നെ അവരങ്ങ് തീർത്തും പറയാണ്. മുത്തശ്ശനും അത് കേട്ട് ശരിവെച്ചു. നവീൻ അപ്പോൾ എതിർക്കാൻ നോക്കുന്ന സമയത്തിന് അമ്മ പറയുന്നുണ്ട്, നീ ആ കല്യാണത്തിന് പോയാൽ ഞാൻ ഇവിടെ കിടന്നങ്ങ് ആത്മഹത്യ ചെയ്യുമെന്ന്. അതോടുകൂടെ നവീൻ ആകങ്ങ് അടങ്ങിപ്പോവാണ്. പിറ്റേ ദിവസം രാവിലെ കല്യാണ മണ്ഡപത്തിൽ എല്ലാവരും ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന സമയത്താണ് അവർ വിളിച്ചു പറയുന്നത്, ഞങ്ങൾ ഈ കല്യാണത്തിന് വരില്ല, ഞങ്ങൾക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല എന്ന്. അത് കേട്ടപ്പോൾ ആദർശ് ആകങ്ങ് ഞെട്ടിപ്പോയി. കല്യാണത്തിലെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. നന്ദുവിനെ ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. മുഹൂർത്തമാകുമ്പോഴേക്കും പയ്യൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു നാണക്കേടാ. ആദർശ് ചിന്തിക്കുന്നുണ്ട്. അന്നേരം ആദർശ് മനസ്സിലൊരു തീരുമാനം ഉറപ്പിക്കുകയാണ്. അനിയും നന്ദുവാണ് ഒന്നിക്കേണ്ടവര്. അതുകൊണ്ട് തന്നെ അനിയെ കൊണ്ട് തന്നെ ഈ ഒരു കല്യാണം മുഹൂർത്ത സമയത്ത് തന്നെ പറഞ്ഞുറപ്പിച്ച നിശ്ചയത്തിൽ തന്നെ നടത്താമെന്ന്. ആദർശ് നേരെ അനിയെ വിളിച്ച് പറയണേ, എടാ നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. മണ്ഡപത്തിൽ വെച്ച് മുഹൂർത്ത സമയത്ത് നീ നന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടണമെന്ന്. അനി ആകെ സംശയത്തോട് ചോദിക്കുന്നുണ്ട്, എന്താ ആദർശേട്ടാ, നവീൻ വരില്ലേ? അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല, നീ താലി കെട്ടിയാൽ മാത്രം മതി. അങ്ങനെ മുഹൂർത്ത സമയത്ത് പയ്യനെ കാണാതെ എല്ലാവരും വിഷമിച്ച് നിൽക്കുമ്പോൾ ആദർശ് അനിയെ കൊണ്ടുവന്ന് നിർത്തി ആ താലി കെട്ടാൻ പറയും. അനി അങ്ങനെ നന്ദുവിൻ്റെ കഴുത്തിൽ ആ ഒരു സമയത്ത് അങ്ങ് താലി കെട്ടാണ്. എല്ലാവരും അക്ഷരപ്രതി അങ്ങ് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ഉടനെ തന്നെ ജാനകി ചാടി വീഴും. എന്താണ് നീ കാണിച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ദേവ്യാനി കനകദുർഗയ്ക്ക് ആദർശനോട് ചൂടാവും. എന്താ ഈ കാണിച്ചത്? നവീൻ്റെ വീട്ടുകാർ വരുമ്പോൾ ഇനി എന്ത് മറുപടി പറയുമെന്നൊക്കെ ചോദിച്ച് നയനെ ഉൾപ്പെടെ എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തി. അന്നേരം തന്നെ ആദർശ് സത്യാവസ്ഥ പറയുന്നുണ്ട്. പയ്യന്റെ വീട്ടുകാരേതായാലും ഇനി ഇങ്ങോട്ടേക്ക് വരില്ല, അവർക്ക് ഈ കല്യാണത്തിന് ഒട്ടും തന്നെ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് മുടക്കി. മുഹൂർത്ത സമയത്ത് എന്ത് ചെയ്യാനാ? അനിയും നന്ദും ഒന്നിക്കുന്നത് തന്നെയായിരിക്കും ദൈവനിശ്ചയം. അതേതായാലും അങ്ങ് നടക്കട്ടെ എന്ന് ആദർശ് പറയും. അന്നേരം തന്നെ നയന അതിനെ പിന്തുണച്ച് പറയണേ, ശരിയാ, അതിലൊരു തെറ്റുമില്ല എന്ന്. അന്നേരം കനകദുർഗ സങ്കടത്തോട് ചോദിക്കുന്നുണ്ട്, നന്ദുവിനെ അനന്തപുരിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജാനകി സമ്മതിക്കുമോ എന്ന് ചോദിക്കും. നയന പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം അമ്മേ, അനിയും നന്ദും സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് മാത്രം നോക്കിയാൽ മതി. അങ്ങനെ നന്ദുവിനെ കൂട്ടിക്കൊണ്ട് അനി നേരെ അനന്തപുരിയിലേക്ക് ചെല്ലുന്ന സമയത്തിന് ജാനകിയും ജലജയുമൊക്കെ അത് കണ്ടിങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ജാനകി ദേഷ്യത്തോടു കൂടെ ചോദിക്കുന്നുണ്ട്, നീ ഇവളെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നോ? ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ അനി ഉറപ്പിച്ച് പറയുന്നുണ്ട്, അതെ, ഞാൻ കല്യാണം കഴിച്ചു, ഞങ്ങളിവിടെ ഒന്നിച്ച് താമസിക്കുക തന്നെ ചെയ്യും. അന്നേരം ജാനകി ആ പഴയ ഭീഷണി മുഴക്കാൻ തുടങ്ങി. ഇവളെ ഇങ്ങോട്ടേക്ക് കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ കയറെടുത്ത് അങ്ങ് കെട്ടി തൂക്കി ചാവുമെന്നൊക്കെ പറയും. കയറെടുത്ത് ചാവുമെന്ന് പറയുന്ന സമയത്തിന് ആകങ്ങനെ ഷോക്കേറ്റതുപോലെ നിൽക്കുമായിരിക്കും എല്ലാവരും. ആ സമയത്തിന് നയന പറയുന്നുണ്ട്, നയന നേരെ നന്മവരെല്ലാം മാറ്റി വെച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്. ജാനകിയുടെ മുഖത്ത് നോക്കി പറയും, ഇളമ ഇനി കൂടുതലൊന്നും സംസാരിക്കാനൊന്നും നിൽക്കണ്ട. ഇനിയിപ്പോൾ ഇളയമ്മ മരിച്ചാലും ജീവിച്ചാലും ശരി, അനിയും നന്ദും ദേ ഇവിടെ തന്നെ ഒരുമിച്ച് താമസിക്കും. ഇളമ എപ്പോഴും ഈ ഭീഷണി മുഴുക്കിയിട്ട് യാതൊരുവിധ കാര്യമില്ല. നയനയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് അനിക്കും അതുപോലെ നന്ദുവിനും വല്ലാത്തൊരു ധൈര്യം കിട്ടുകയാണ്. അങ്ങനെ പത്തരമാറ്റിൽ ഇനി നമ്മളൊട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡായിട്ട് വരാൻ പോകുന്നത്. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ.